തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയ പ്രതിപക്ഷ നേതാവിനൊരുക്കിയ സ്വീകരണം അറിഞ്ഞിരുന്നില്ല എന്ന് ACC അംഗം ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. DCCയിലെ ആഘോഷ പരിപാടികളും തന്നെ ആരും അറിയിച്ചില്ല എന്നും ദീപ്തി മേരി വർഗീസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിലെ ഏകാധിപത്യ പ്രവണത ഇല്ലാത്തതിനാൽ പലർക്കും പലരോടാണ് പിന്തുണ. അത് അംഗങ്ങൾ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. ജനം തന്ന മാൻഡേറ്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഫ്ലെക്സ് വയ്ക്കുന്നതും നവമാധ്യമങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും അക്കാര്യത്തിൽ നേതൃത്വം ഇടപെടണമെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. ഒരു വലിയൊരു മാൻഡേറ്റ് കിട്ടി 102. ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മുന്നിൽ 3 പേരുടെ പേരുകൾ ജില്ലയിലെമ്പാടും പോസ്റ്ററുകൾ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ നിരക്കുകയാണ്. അല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണല്ലോ. കോൺഗ്രസ് എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പാർട്ടിയല്ല. അപ്പം അങ്ങനെ പല ആളുകൾക്കും പല നേതാക്കന്മാരോടായിരിക്കും പിന്തുണ. ആ അഭിപ്രായമൊക്കെ അത് നേതൃത്വത്തെ അവരറിയിക്കുകയും ചെയ്യുമായിരിക്കും. അതിൻ്റെ അകത്ത് ഒന്നും ഒരു ഫ്ലെക്സൊക്കെ വയ്ക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന. പക്ഷേ അത് ചെയ്യുമ്പോൾ അത് പാർട്ടിക്ക് ജനം തന്ന വലിയ മാൻഡേറ്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാകാൻ പാടില്ല എന്ന് മാത്രമല്ല, നവമാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മളെ കോൺഗ്രസ്സുകാർ അഭിപ്രായം പറയുമ്പോൾ അത് മറ്റൊരു നേതാവിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ ആയിക്കൂടാ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ അത് നേതൃത്വം ഇടപെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിരുന്നു. അവിടെ സ്വീകരിക്കാനായിട്ട് കണ്ടില്ല. എവിടെ എത്തിയിരുന്നു? നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയൊരു സ്വീകരണമൊക്കെ ഒരുക്കി. അല്ല, റെയിൽവേ സ്റ്റേഷനിലെ കുട്ടികളൊക്കെ പലരും പോയി സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അറിയിച്ചിരുന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു പരിപാടി അറിഞ്ഞിരുന്നില്ല? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. DCCയിൽ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. എന്നെ അറിയിച്ചിട്ടില്ല. AICC നിരീക്ഷകരെ വെച്ചിട്ടുണ്ട്. നിരീക്ഷകർ കേരളത്തിലേക്ക് ഉടനെത്തും. സ്വാഭാവികമായിട്ടും അവിടെ ദീപാദാസ് മുൻഷി പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ VD സതീശൻ്റെ പക്ഷം ആവശ്യപ്പെടുന്നത് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ രീതി? അവരെ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവർ ചാർജുള്ള ജനറൽ സെക്രട്ടറി. AICCക്ക് ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച രീതിയുണ്ട്. അതനുസരിച്ച് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒബ്സർവേഴ്സായിട്ട് വന്നിട്ടുള്ളത്. ചാർജുള്ള ജനറൽ സെക്രട്ടറി ഇരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യാന്നൊക്കെ ഉള്ളത് അവരാണ് തീരുമാനിക്കുക. CPMൻ്റെ അകത്തെ പടലപ്പിണക്കങ്ങൾ എറണാകുളം ജില്ലയിൽ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. CPMൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഏകാധിപത്യ പ്രവണതയുള്ള ആളുകളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട്. എറണാകുളം ജില്ലയിലുമുണ്ട്. അതുകൊണ്ടാണ് ഒരു മത്സരം പോലും കോൺഗ്രസിന് നൽകാനുള്ള അവസ്ഥയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എറണാകുളം ജില്ല മാറിപ്പോയി കഴിഞ്ഞത്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.